കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് ഏതായാലും ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. മറ്റൊന്നല്ല, നിങ്ങളൊക്കെ കേട്ട തന്നെ ആയിരിക്കാം. ഗുരുവായൂരപ്പൻ കഥകൾ നമുക്ക് കേട്ടാൽ മതി വരില്ലല്ലോ. അപ്പോൾ വില്യമംഗലം സ്വാമിയാരും കുറൂരമ്മയും തമ്മിലുള്ള ആ ഒരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പലരും കേട്ടിരിക്കാം, എന്നാലും കേൾക്കാത്തവർക്കും കേട്ടവർക്ക് വീണ്ടും കേൾക്കാനായിട്ട് എൻ്റെ ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അത്രയേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ കഥകളിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത രണ്ട് സന്യാസിയാണ്. ഒന്ന് ഭക്തസന്യാസിയാണ് വില്യമംഗല സ്വാമിയാരും കുറൂരമ്മയും. മേൽപ്പത്തൂരിൻ്റെയും പൂന്താരത്തിൻ്റെയൊക്കെ ആ സമയത്തായിരുന്നു ഇവരുടെയും ജനനം എന്നാണ് നമുക്ക് കേൾവി. വില്യമംഗലം സ്വാമിയാർ എല്ലാ ദേവതകളെയും ഭജിച്ചിരുന്നു. അദ്ദേഹത്തിന് ഏത് ക്ഷേത്രങ്ങളായാലും അവിടുത്തെ ദേവതകളെ നേരിട്ട് കാണാനുള്ള ആ ഒരു അനുഗ്രഹം കിട്ടിയിരുന്ന വ്യക്തിയാണ്. കാരണം അത്രയ്ക്കും ഭക്തശിരോമണി ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന പ്രസിദ്ധ കൃതിയുടെ കർത്താവ് അദ്ദേഹം തന്നെയാണ്. കുറൂരമ്മയാണെങ്കിലോ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തൊരു അന്തർജനം. ശരിക്കും പാലക്കാട്ടിൽ നിന്ന് വന്നിട്ട് ഗുരുവായൂർ തന്നെ ഉള്ള തൃശ്ശൂർ ജില്ലയിലുള്ള അടാട്ട് എന്ന സ്ഥലത്ത് കുറൂരിലത്തെ ഒക്കെയാണ് വേലി കഴിച്ചു കൊടുന്നത്. അപ്പോൾ അവിടെ വന്ന് താമസിച്ചത് കാരണമാണ് കുറൂരമ്മ എന്നുള്ള പേര് വന്നത്. അദ്ദേഹം മരിച്ചു പോവുകയൊക്കെ ചെയ്തുമ്പോൾ ശരിക്കും പുറയന്നൂർ ഇല്ലത്തെ ഗൗരി അന്തർജനാണ് ആ കുറൂരമ്മ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. വലിയ നമ്പൂരിയാണ്, കുറൂരില്ലത്തെ വലിയ നമ്പൂരി ആണ് വേലി കഴിച്ചു കൊടുന്നതും. നിർഭാഗ്യവശാൽ അദ്ദേഹം പെട്ടെന്ന് അന്തരിച്ചു. തികഞ്ഞ കൃഷ്ണഭക്തി ആയിരുന്ന അന്തർജനം തൻ്റെ ദുഃഖങ്ങളെല്ലാം കൃഷ്ണപാദത്തിൽ സമർപ്പിച്ചങ്ങനെ ആ ദിനങ്ങൾ കഴിച്ചു കൂട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇല്ലത്തേക്ക് ഒരു ഉണ്ണി കടന്നു വരുന്നത്. എനിക്കെന്തെങ്കിലും പണി തരുമോ, ഞാൻ അമ്മയെ സഹായിച്ച് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഉണ്ണിക്കും ഭക്ഷണം തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഭക്ഷണം ശരി കൊടുക്കാം, തനിക്ക് ഏതായാലും കുട്ടികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഉണ്ണി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഉണ്ണീനെ നിർത്തി. അവിടുന്നാണ് കഥയുടെ തുടക്കം വരുന്നതേ. നിങ്ങൾ കേട്ടിരിക്കാം, എന്നാലും ഞാനൊന്ന് പറയുകയാണ് കേട്ടോ. ഉണ്ണി അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൂജാദ്രവ്യങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചില സമയത്ത് ആൾ വികൃതി കാണിക്കും. അപ്പോൾ കുറൂരമ്മ ആ ഉണ്ണീനെ തല്ലും. അങ്ങനെ ഒരു ദിവസം കൃഷ്ണപൂജ നടത്തുന്നതിനിടയിൽ ഉണ്ണി കുറേ വികൃതികളെ കാണിച്ചു. ആ കാണിച്ച സമയത്ത് അപ്പോൾ കുറൂരമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ എന്താ ചെയ്തെച്ചാൽ അടിക്കും ചെയ്തു. എന്നിട്ട് കരി നിറച്ച ഒരു കാലത്തിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കിടക്ക് നീ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി. അവിടെ എന്നിട്ട് അത് അടച്ചു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അതേ സമയത്ത് തന്നെ വില്യമംഗലത്തിൻ്റെ വീട്ടിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂജ നടക്കുന്ന സമയത്ത് സാധാരണ പൂജിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ണി നേരിട്ട് വന്ന്, അതായത് ഭഗവാൻ നേരിട്ട് ദർശനത്തിന് എത്തുന്ന ആ ചില അപൂർവം വ്യക്തികളിൽ ഒരാളാണ് വില്യമംഗലം എന്നറിയാലോ. അപ്പോൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും കാണാനില്ല. ഒരുപാട് നേരം നോക്കിയിട്ടും കാണാനില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ദേഹമാസകലം കരിയായിട്ട് ഭഗവാൻ സ്വാമിയാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വികൃതി കാണിച്ചതിന് കുറൂരമ്മ തന്നെ കലത്തിൽ അടച്ചതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ കുറൂരമ്മ നിസ്സാരക്കാരിയല്ലെന്ന് സ്വാമിയാർക്ക് തോന്നി. അപ്പോൾ എന്തായാലും താനെന്നാ അവിടെ വന്നിട്ട് കുറൂരിലെത്ത് പൂജയ്ക്ക് വരുന്നുണ്ടെന്ന് കുറൂരമ്മോട് പറയാൻ അദ്ദേഹം ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ അത് പറയാമെന്നും പറഞ്ഞു. അതിനിടയിലാണ് അടുത്ത് തന്നെയുള്ള മറ്റൊരു ഇല്ലം, ചെമ്മങ്ങാട്ട് എന്നുള്ള ഇല്ലം, അതായത് ഇപ്പോൾ പണ്ട് തൊട്ടേ ഈ അസൂയയും കുശുമ്പൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ കുറൂരില്ലത്തിനടുത്തുള്ള ആ ചെമ്മങ്ങാട്ട് ഇല്ലത്തെ നമ്പൂരിക്ക് ഇങ്ങനെ വില്യമംഗലം കുറൂരില്ലത്തേക്ക് വരുന്നുണ്ട് പൂജയ്ക്ക് എന്ന് പറയുമ്പോൾ വില്യമംഗലം സ്വാമിയാർ വന്ന് പൂജിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അന്നത്തെ അവസ്ഥയിലൊക്കെ വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന മഹാഭാഗ്യമായിട്ടാണ്. കാരണം ഭഗവാനുമായിട്ട് സംവദിക്കുന്ന വില്യമംഗലം സ്വാമിയാർ വന്ന് നമ്മുടെ ആ ഇല്ലത്ത് അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ പൂജയ്ക്ക് വരികയാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, വളരെ ഭാഗ്യമല്ലേ ആ ജനങ്ങൾക്കും എല്ലാതും. അപ്പോൾ തൻ്റെ ഇല്ലത്തായിക്കോട്ടെ എന്നങ്ങോട്ട് തീരുമാനിച്ചിട്ട് വില്യമംഗലം സ്വാമിയാരെ പോയിട്ട് പൂജയ്ക്ക് വിളിച്ചു. അപ്പോൾ കുറൂരമ്മയോടുണ്ടായിരുന്ന അസൂയ കൊണ്ടാണെന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടു വെച്ചാലും ഇയാൾ ഭക്തനായിരുന്നു കേട്ടോ.
ആ കാര്യം കൊണ്ടാണ് വില്യമംഗലം സ്വാമിയാർ എന്നാൽ പൂജ നടത്താൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പൂജകളും പറഞ്ഞു വച്ചിരുന്നത് ഒരു ദിവസമാണ്. അങ്ങനെ അപ്പോൾ എന്നാൽ പിന്നെ ആദ്യം തന്നെ ഇല്ലത്തേക്ക് പോയിട്ട് കുറൂരമ്മയുടെ ഇല്ലത്തേക്ക് പിന്നെ പോവാം എന്ന് ആ വില്യമംഗലം സ്വാമിയാർ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട സന്യാസി ആയതിനാൽ അത് ഇന്നും ഉണ്ട് കേട്ടോ. തുടക്കം, അതായത് അവർ എഴുന്നള്ളുമ്പോൾ ശംഖ് വിളിക്കണമെന്നുണ്ട്. അപ്പോൾ ആ ശംഖ് വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ ശ്രമിക്കുന്ന സമയത്ത് പരിചാരകരെ വൃത്തിയരൊക്കെ അങ്ങനെ അതിന് ശ്രമിച്ചപ്പോൾ ശംഖ് വിളിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതെന്താ കാര്യം എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ വില്യമംഗലം സ്വാമിയാർക്ക് തോന്നി കുറൂരമ്മയുടെ അടുത്താണ് ആദ്യം പോയി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് പറഞ്ഞ് അവിടേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് ചെല്ലാമെന്ന് തീരുമാനിച്ച സമയത്ത് ആ സമയം കുറൂരമ്മ സ്വാമിയാരുടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ണിയും ഇല്ലത്തെ പരിചാരകരൊക്കെ അവരെ സഹായിച്ചു. പൂജാപുഷ്പങ്ങളും നിവേദ്യങ്ങളൊക്കെ ആവണപ്പലകയൊക്കെ തയ്യാറാക്കി. സ്വാമിയാരെ ഇല്ലത്തെത്തിയതും കുറൂരമ്മ അതിൻ്റെ മുമ്പ് പറഞ്ഞു എന്താണെന്ന് വെച്ചാലേ, ഉണ്ണി ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രത്യേകമായിട്ടൊരു പൂജ നടക്കുന്നുണ്ട്. വില്യമംഗലം സ്വാമിയാരാണ് വരുന്നത്. അപ്പോൾ ഏത് വില്യമംഗലാണ് എന്ന് ചോദിച്ചു ഉണ്ണി, ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ വില്യമംഗലം എന്നൊന്നും അങ്ങനെ പേരിട്ട് പറയാൻ പാടില്ല, സ്വാമിയാരാണ്, വളരെ വലിയ ആളാണ്, വലിയ ഭക്തരെ ഗുരുവായൂരപ്പനെ നേരിട്ട് ദർശിക്കുന്ന ആളാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞു, ഓ ഒന്നായിക്കോട്ടെ, അമ്മയുടെ ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ, വില്യമംഗലം സ്വാമിയാർ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ആ ഒരു കുസൃതിയാണേ, ആയിക്കോട്ടെ വന്നോട്ടെ എന്ന് പറയണ പോലെ. അങ്ങനെ ആ ഒരു ഇതൊക്കെ എന്നിട്ടോ ചെയ്തു കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കും ചെയ്തുണ്ണി. അങ്ങനെ വന്ന് ഉണ്ണിയെ കണ്ടു. ഇവരെല്ലാവരും കണ്ടു. കുറൂരമ്മയുടെ വീട്ടിലേക്ക് വില്യമംഗലം സ്വാമിയാരെത്തി. അങ്ങനെ കുറൂരമ്മ അദ്ദേഹത്തെ കാല് കഴുകി സ്വീകരിക്കുകയും പൂജാമുറിയിലേക്ക് ആനയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തൻ്റെ ഇഷ്ടദേവൻ്റെ വിഗ്രഹം, അതായത് ഗുരുവായൂരപ്പൻ്റെ കണ്ണൻ്റെ വിഗ്രഹം കണ്ട സ്വാമിയാർ ധ്യാന നിമിത്തനായി. അദ്ദേഹം അടുത്തുണ്ടായിരുന്ന പൂക്കളിൽ ഓരോന്നായിട്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവ വിഗ്രഹത്തിന് പകരം ചെന്ന് വീണത് എവിടെ വീണെന്ന് അറിയണില്ല. അവിടേക്ക് ഇങ്ങനെ അർപ്പിക്കുന്ന പൂക്കളൊക്കെ കാണാനില്ലാതെയാവുക. അപ്പോൾ ഇയാളിങ്ങനെ നോക്കിയപ്പോൾ പുറത്ത് നിൽക്കുന്ന ഉണ്ണിയുടെ അടുത്താണ്, ഉണ്ണിയുടെ കാൽപാദങ്ങളിലാണ് ഇത് ചെന്ന് വീഴുന്നത്. അപ്പോൾ സ്തബ്ധനായ സ്വാമിയാർ കുറൂരമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്താ കാര്യം? താൻ പൂജയും ധ്യാനം കൊണ്ട് നേടിയ ഭാഗ്യം കുറൂരമ്മ വെറും നിഷ്കളങ്കമായ ഭക്തി, നിഷ്കാമ ഭക്തി കൊണ്ടാണ് നേടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഉണ്ണിയായിട്ട് തൻ്റെ കൂടെ കൂടിയത് തൻ്റെ ഇഷ്ടദേവനാണെന്ന് മനസ്സിലാക്കിയ കുറൂരമ്മയും ഉണ്ണിയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. അങ്ങനെ ആ ഒരു വലിയൊരു കഥയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പലരും കേട്ടിരിക്കാം, പക്ഷെ ആ ഭക്തിയുടെ ആ ഒരു എത്ര അറിവുണ്ടെങ്കിലും അറിവില്ലാത്ത ആളാണെങ്കിലും ആ ഒരു ഭക്തിക്ക് മുന്നിൽ ഗുരുവായൂരപ്പൻ കീഴടങ്ങും എന്നുള്ളതാണ്. അതായത് ഭക്തരിൽ ദാസനായിട്ട് വർത്തിക്കും എന്നുള്ളതാണ് ഈ കഥകളിലൊക്കെ ഉള്ളത്. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഏത് കഥകൾ എടുത്താലും ആ ഭക്തർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന, ഇപ്പം നരസിംഹാവതാരമായാലും പ്രഹ്ലാദന് വേണ്ടിയിട്ട് തൂണ് പിളർന്നു വന്നില്ലേ, അതേപോലെ തന്നെ ഓരോ കാര്യത്തിലും നമ്മളിപ്പോൾ ഈ കലിയുഗത്തിൽ നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും ഗുരുവായൂരപ്പൻ ഒപ്പമുണ്ടാവും, ഏത് സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഓരോരോ ആവിഷ്കാരങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്തിന് വേണ്ടിയിട്ട് നിത്യവും സർവവും ആ സമയത്തൊക്കെ എല്ലാ സമയത്തും ഗുരുവായൂരപ്പനെ നാരായണ നാരായണ എന്നുള്ള ആ ഒരു ജപമെങ്കിലും ജപിച്ച് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നടക്കാം. ഇതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എത്തും ചെയ്യും. ഞാനും കൂടി ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് എനിക്കും ഒരു ഭാഗ്യമാണ്, അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം, എല്ലാവർക്കും ആ ഗുരുവായൂർ വന്ന് തൊഴാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ആ ഗുരുവായൂരപ്പൻ തന്നെ ഉണ്ടാക്കി തരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ഞാൻ ഈ കഥ ഇവിടെ നിർത്തുന്നു. ഇനിയും നമുക്ക് ചെറിയ ചെറിയ കഥകളുമായിട്ട് ഇടയ്ക്കൊക്കെ വരാം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.